പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെടുന്നു എന്നറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആ സമീപനവും ഞങ്ങൾക്ക് പ്രചോദനമാകുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മണ്ണന്തല തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. മണ്ണന്തലയ്ക്ക് അടുത്ത് കേരളാദിത്യപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ പിന്നിൽ ഒരു പൈപ്പിൻ്റെ ചെറിയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ചെറിയ സ്പേസിൽ അല്ലെങ്കിൽ ചെറിയ അതിൻ്റെ ഇടയിൽ ഒരതിഥി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. കുറേ നേരമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ സ്നേക് മാസ്റ്റർ ടീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചേട്ടാ അത് കുഞ്ഞു പാമ്പാണ് എന്ന് പറഞ്ഞു. എന്തായാലും കുഞ്ഞു പാമ്പാണെങ്കിൽ തന്നെയും നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് വ്യത്യസ്തനായിരിക്കാം, അല്ലെങ്കിൽ പ്രേക്ഷകർ കാണാത്ത അതിഥി ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ട അതിഥി തന്നെയാണെങ്കിലും അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇരിക്കുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മൾ സമയങ്ങളിൽ പോകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ വീട്ടിൻ്റെ മുന്നിലാണ് പോകുന്നു. നമ്മൾ ആ വീട്ടിൻ്റെ പിന്നിൽ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് കാണാൻ നമുക്ക് അതിഥിയെ പരിചയപ്പെടാൻ പോയി. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മുടെ അതിഥിയെ ഞാൻ കണ്ടു. ഇതായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ പൈപ്പിൻ്റെ ഗ്യാപ്പിലൊന്നുമല്ല, കുറച്ച് ചിരട്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആണ് അതിഥി ഇരിക്കുന്നത്. നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ കണ്ടു മനസ്സിലാക്കി അതിഥി ഇന്ന ആളാണ്. ഇന്ന ആളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഏതായിരിക്കും, വ്യത്യസ്തനായിരിക്കും. അല്ല, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കാണുന്ന, ഒരുപാട് പരിചയപ്പെടുന്ന അതിഥിയാണ്. മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ അതിഥി. എന്തായാലും അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഈ അതിഥി ഇവിടെ വരാൻ തന്നെ കാരണം, എനിക്ക് തോന്നുന്നത് അതിഥി ഇവിടെ വരാൻ തന്നെ കാരണം ഈ ചിരട്ടയുടെ സഞ്ചി ചാക്ക് ഇവിടെ ഇരുന്നുണ്ട്. അതിനകത്ത് തവള ഉണ്ടായിരുന്നു, ചെറിയ തവളയായിരുന്നു. അദ്ദേഹത്തിനെ പിടിക്കാനായി വന്നതാണ്, അല്ല അദ്ദേഹം വെറുതെ വന്നതല്ല. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ അതിഥിയെ നമ്മുടെ കയ്യിലാക്കുകയാണ്. കുഞ്ഞൻ അതിഥിയാണ്, അധികം വലുതൊന്നും അല്ലാത്ത അതിഥി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം മൂന്നടിക്ക് അടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് നീളമുള്ളൂ. അദ്ദേഹത്തിന് ഒരു സംശയം കൂടി, ഒരു കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കുഞ്ഞു മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റു എന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പ്രായം പറയാൻ കാരണം. അദ്ദേഹം പറഞ്ഞു 3 മാസമേ ആയിട്ടുള്ളൂ ആ പാമ്പിന് പ്രായമെന്നാണ്. നമ്മൾ സാമാന്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാമ്പുകളുടെ ഇണചേരൽ സമയം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം, ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നവംബർ, ഡിസംബർ, ജനുവരിയാണ്. ഈ ജനുവരിയിൽ ഇണചേർന്ന് ഫെബ്രുവരി, മാർച്ച് മുട്ടയിട്ട് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മുട്ട വിരിയുന്ന പാമ്പുകൾക്ക് ഇപ്പോഴാ കിട്ടുന്ന പാമ്പുകൾക്കൊന്നും 4 മാസമോ 3 മാസമോ ഒന്നുമല്ല. ഇപ്പോൾ കിട്ടുന്ന പാമ്പുകൾക്കൊക്കെ ഏകദേശം 9 മാസത്തോളം പ്രായം ഉണ്ടാവും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണം കിടക്കുകയാണ്. അതാണ് വയറ് വീർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും അദ്ദേഹത്തെ, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖൻ അതിഥികളെ പരിചയപ്പെട്ടതാണ്. അതുപോലെ ഒരു കാര്യം കൂടി, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുക, ചുണ്ട് കൂർത്തിരിക്കുന്നുണ്ടെങ്കിലും കണ്ടാൽ ഇദ്ദേഹം ഫീമെയിലായിട്ട് തോന്നുമെങ്കിൽ ഇദ്ദേഹം ഫീമെയിലല്ല, ഇദ്ദേഹം മെയിൽ തന്നെയാണ്. ആൺ മൂർഖൻ പാമ്പ് തന്നെയാണ്, മെയിൽ കോബ്ര തന്നെയാണ്. കാണാം ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണം അദ്ദേഹം ഇപ്പോൾ ഒമക്റ്റ് ചെയ്യുകയാണ്. അതുപോലെ കാണുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ മോഷൻ, അതിൻ്റെ മോഷനാണ്.
എൻ്റെ മോഷനാണ് കയ്യിലിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ പ്രോഗ്രാം കാണുന്ന, നമ്മുടെ പ്രോഗ്രാം കേരളത്തിൽ ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ആ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ അറിയേണ്ട ഒരു കാര്യമാണ്, പാമ്പിൻ്റെ മോഷൻ കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നന്നായിട്ട് കഴുകണം. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് അത് അനുകരിച്ച് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഒത്തിരി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവനും നഷ്ടപ്പെടുന്നുണ്ട്. അനുകരിച്ചിട്ട് പാമ്പിനെ പിടിക്കാനായി പോകുന്ന അല്ലെങ്കിൽ അനുകരിക്കാനായി ശ്രമിക്കുന്നവർ ഒരു കാര്യം അറിയണം, എന്നെപ്പോലുള്ളവരോ അല്ലെങ്കിൽ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള, എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആരുടെയെങ്കിലും അടുത്ത് പോയി പാമ്പിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളതിനെ പിടിക്കാനായി ശ്രമിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലേക്ക് പോകും. എന്തായാലും നമ്മൾ ആ അതിഥി അദ്ദേഹം ആ ഭക്ഷണത്തെ വൊമിറ്റ് ചെയ്യാൻ പോവുകയാണ്, ഛർദ്ദിക്കാൻ പോവുകയാണ്. നമ്മളതും കൂടി ഒന്ന് കാണാം. അദ്ദേഹം നമ്മുടെ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കുഞ്ഞു മൂർഖന്മാരെ കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ അതിഥിയെ ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി ബോട്ടിലടച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. ഇതിന് നമുക്ക് ബോട്ടിലാക്കാം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ അടുത്ത അതിഥിയെ തേടി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുമാരപുരത്തിന് അടുത്ത്, കുമാരപുരം കഴിഞ്ഞ് കുമാരൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വന്ന് ഗോകുലം ഹോസ്പിറ്റലിൻ്റെ ലേഡീസ് പുതിയ കെട്ട ഒരു ബിൽഡിംഗ് പണിയെടുക്കുന്ന അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഒഴിഞ്ഞ പറമ്പാണ്. ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് പാമ്പുകളെ പിടിക്കാൻ അടുത്ത് സ്ഥലങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കുഞ്ഞതിഥി ഒരു മാനോളിൻ്റെ, അതായത് പുതിയ ബിൽഡിംഗ് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോളിനകത്തൊരു പൈപ്പിനകത്തൂടെ കയറിപ്പോയി എന്ന് പറഞ്ഞ് ഇവിടുന്ന് സാറ് വിളിക്കുകയുണ്ടായി. നമ്മളെന്തായാലും പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന് അതിനെ എടുത്ത് മാറ്റിയിട്ട് അവർക്ക് പണി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് നല്ല മനോഹരമായ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ, ഉച്ചയായിട്ട് നല്ല തണുത്ത അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പോകാം ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു അവസാന, ഈ ബിൽഡിങ്ങിൻ്റെ അവസാന ഘട്ട പണി നടക്കണം. അപ്പോൾ ഡ്രെയിനേജിൻ്റെ പുതിയ പൈപ്പൊക്കെ മണ്ണ് കയറി അടഞ്ഞിരിക്കുന്നതിന് വൃത്തിയാക്കി. ആ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഒരു കയറ് വെച്ച് ഇങ്ങനെ കെട്ടി വലിക്കുന്നതിന് നീക്കുന്നതിനിടയിലാണ് ഇതിനകത്ത് അതിഥി കടന്ന് മറ്റൊരു ഹോളിലേക്ക് വന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ എന്തായാലും അത് കണ്ടുകൊണ്ടേ അവരതിനെ ആ ഹോള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റ് ആ പൈപ്പിൻ്റെ മറുവശം കൊണ്ടൊന്ന് നോക്കാം. ആ അടുത്ത തലയും കൊണ്ട് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തായാലും ഇവർ പറയുന്നത് ഈ ഒരു 15 അടി നീളത്തിൻ്റെ പൈപ്പുണ്ട്. ആ പൈപ്പിനകത്ത് അതിഥി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവർ ഈ പൈപ്പ് പുതിയ പൈപ്പാണെങ്കിലും പണിക്കാരൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യുന്നതിനകത്തൊക്കെ വേസ്റ്റുള്ളതുകൊണ്ട് അവർ പൈപ്പിനകത്തുകൂടി മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും മണ്ണെണ്ണ വീണിട്ട്
അപകട അവസ്ഥയിലായിരിക്കാം ഇദ്ദേഹം ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നമ്മൾ ആ കല്ല് മാറ്റിയപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ചീറ്റുന്ന സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഒരു ചെറിയ പണി, നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. ഇതിൻ്റെ അടുത്ത തല ബ്ലോക്ക് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം നമ്മൾ ഈ പൈപ്പിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോകും. കാരണം ആ വെള്ളം നിറയ്ക്കുമ്പോൾ ആ മണ്ണെണ്ണ പാമ്പുകളുടെ ദേഹത്ത്, നമ്മുടെ ദേഹത്ത് ആസിഡ് വീഴുന്ന അതേ അവസ്ഥയാണ് പാമ്പിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ വീണ് പൊള്ളിയിട്ട് മരണപ്പെടാം. ഓർഗൻസൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നിട്ട് തകരാറ് വന്ന് മരണപ്പെടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തണുത്ത രക്തമായ പാമ്പുകൾക്ക് നമ്മൾ വെള്ളം കൊടുത്ത് വെള്ളം ദേഹത്തേക്ക് കടത്തി വിട്ടില്ല എങ്കിൽ അതിന് ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പുറത്ത് ആ ഹോള് തുണി വെച്ച് ടൈറ്റാക്കി അടച്ചതിന് ശേഷം ഈ അതിഥിയെ നമുക്കൊന്ന് പുറത്തുകൊണ്ടുള്ള ശ്രമം നടത്തി നോക്കാം. എന്തായാലും നമ്മൾ അതിഥിയെ കണ്ടു. അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ദേഹത്ത് മണ്ണെണ്ണ വീണിട്ട് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളിയിട്ട് ആ സ്കിൻസ്, അതിൻ്റെ തൊലി ഇളകി അപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തലയിട്ടുമെങ്കിൽ ഇവിടെ ഇറങ്ങാൻ സാധ്യതയില്ല. നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ഇറക്കാനുള്ളൊരു ശ്രമം നടത്തി നോക്കുകയാണ്. ദേഹമൊക്കെ പൊള്ളിയിട്ട് തൊലി ആ സ്കിൻസ് അത്രയും ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, മണ്ണെണ്ണ വീഴുന്ന സാധനം പാമ്പുകൾ മരണപ്പെടുക ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ അതിഥിയെ എന്തായാലും നമ്മൾ അധികം കഷ്ടപ്പെട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് പണി ചെയ്യേണ്ടതുണ്ട്. കാരണം ദേഹം പൊള്ളിയത്, മണ്ണെണ്ണ വീണ് പൊള്ളിയതുകൊണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മിക്കവാറും ഇദ്ദേഹത്തിന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മറ്റു സാധനങ്ങൾ ഇതിൻ്റെ ദേഹത്ത് തടകിയിട്ട് അതിനൊന്ന് തണുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ വേണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ പറമ്പിൻ്റെ മുന്നിൽ പോകണം. നമ്മുടെ വണ്ടിയിൽ വെളിച്ചെണ്ണ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ ദേഹത്ത് പൊള്ളിയിട്ട് ഇദ്ദേഹം മരണപ്പെടും. നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിന് വെളിച്ചെണ്ണ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തണുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്താൽ മാത്രമേ ഇദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. കാരണം നമുക്ക് കാണാം ഈ ശൽക്കങ്ങളൊക്കെ ഇങ്ങനെ ഇളകിപ്പോകുന്നുണ്ട്. ശൽക്കം എന്ന് പറയുമ്പോൾ കെരാറ്റിൻ അടങ്ങുന്നതാണ് പാമ്പിൻ്റെ തൊലിയുടെ ഈ ശൽക്കങ്ങളിൽ മാർദ്ദവം കൊടുക്കുന്നത് ഈ കെരാറ്റിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് എണ്ണ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്കൊന്ന് കൊടുക്കാം.
നമ്മളെപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു അതിഥിയെ കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് തന്നെ ഉഡെടുപ്പിച്ച് പത്തിയടുപ്പിച്ചൊക്കെ കളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു സംഭവത്തിന് പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരുപാട് പൊള്ളിയിട്ട് നന്നായിട്ട് പൊള്ളിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ അധികം വെച്ച് കളിച്ചു കഴിഞ്ഞാൽ അത് കളിക്കത്തില്ല. ഒന്ന് കളിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ഫുഡ് കഴിയില്ല. കാരണം തണ്ടി നോക്കൂ, ഫുഡ് എടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അവശതയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ജാറിലാക്കണം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിന് തലയുടെ ഈ മാർക്കുകൾ, ഈ കെട്ടുകൾ നോക്കിയിട്ടാണ് ഞാനൊക്കെ പ്രായം പറയുന്നത്. അത് സാധാരണ ഒരുമാതിരിപ്പെട്ട ക്യാച്ചർമാരത് പറയാറില്ല, അവരത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവനെ കിട്ടി പിടിച്ച് അപ്പോഴും തന്നെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു അതിഥിയെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ അദ്ദേഹത്തിന് പുറത്തേക്ക് വിടാറുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ 7 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഇദ്ദേഹം ആണാണ്, മെയിൽ കോബ്ര, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. അദ്ദേഹം ഈ അവസ്ഥയിൽ ഈ ശരീരം നല്ല ടയേർഡായിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം വുഡ് എടുക്കാത്തത്, പത്തി എടുക്കാത്തത്. അതുമാത്രമല്ല, പാമ്പിൻ്റെ ശരീരത്തിൽ മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ ആദ്യം വാലിൻ്റെ അവിടെ തൊട്ട് മൂവ്മെൻറ്റ്സ് ഇല്ലാതാവുകയാണ് പതിവ്. എന്തായാലും ഒരിക്കലും നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളിതുപോലെ മണ്ണെണ്ണയെ കുറിച്ചിട്ട് എണ്ണയിട്ട് തടവി കഴിഞ്ഞാൽ നിങ്ങൾ തടവി കഴിഞ്ഞാൽ ഇതുവരെ ഇരിക്കത്തില്ല, അടുത്ത സെക്കൻഡിൽ കടി വീഴുമെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഇത് നോക്കുക, സ്കിന്നിങ്ങനെ പാമ്പിൻ്റെ അകത്ത് മണ്ണെണ്ണ ഒഴിക്കരുതെന്ന് പറയുന്നൊരു കാര്യം ഇതുകൊണ്ടാണ്. സ്കിന്നിങ്ങനെ ഇളകി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇളകിപ്പോയാൽ തന്നെ മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മണ്ണെണ്ണ തീർന്ന് വീണ ഉടനെ വെള്ളവും എണ്ണയും കൂടി കൊടുത്തത്. പക്ഷേ നോക്കുക, ഏകദേശം 6 അടിയോളം 5.25 അടിയോളം നീളം ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ഇപ്പോൾ കടിക്കാനുള്ള ടെൻഡൻസി ഇല്ലായെങ്കിലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ശരീരം ഒന്ന് തണുക്കുമ്പോൾ പെട്ടെന്ന് കടിക്കാൻ സാധ്യത കൂടുതലാണ്. വയ്യാതിരിക്കുന്നത് കൊണ്ട് അറ്റാക്കിംഗ് പവർ ഉണ്ടാകും. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും ഇതുപോലെയൊന്നും അനുകരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ വലയിൽ അകപ്പെട്ടൊരു അണലിയെ രക്ഷിക്കുന്നത് കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ അണലിയെ പോയി അതിൻ്റെ അടുത്ത് പോയി നിന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന് കടിയേറ്റു. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെപ്പോലെ അനുകരിക്കാൻ ശ്രമിക്കരുതെന്ന് എപ്പോഴും ഈ എല്ലാ ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ 100 പ്രാവശ്യം പറയാറുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ ഈ അതിഥിയെ നമ്മൾ ജാറിലാക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഇദ്ദേഹത്തിന് മരണം സംഭവിക്കാനായിട്ട് സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം നന്നായിട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിലും ചെറുതായിട്ടെങ്കിലും അദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം നാവ് എൻ്റെ കൈ പോകുന്ന സ്ഥലത്തേക്ക് നാവ് പോകുന്നുണ്ട്. അപ്പോൾ നാവിനോ അതിൻ്റെ ജേക്കബ് ഓർഗൻ, അതായത് സെൻസിങ് ഓർഗനിനോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ശരീരത്തിലുള്ള ആ ഒരു പൊള്ളൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പാവമാണ് അദ്ദേഹത്തിന് നമ്മൾ വേദനിപ്പിക്കുന്നത് തന്നെ. ഇനിയും ഇതുപോലെ ഈ ട്രെയിനിൻ്റെ പൈപ്പിനകത്ത് പാമ്പ് കാണാം. ഇവിടുത്തെ പണിയെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുകയുണ്ടായി, എല്ലാ പൈപ്പും ക്ലിയർ ആക്കുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയാക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ അകത്തേക്ക് കടത്തരുതെന്ന് പറഞ്ഞു. അഥവാ ചിലപ്പോൾ പേടിച്ചിരിക്കുന്ന പാമ്പ് കൈ അടുത്തേക്ക് പെട്ടെന്ന് പേടിച്ചിട്ട് കടിക്കഴിഞ്ഞാൽ കടിക്കുമ്പോൾ പേടിച്ചടിക്കുമ്പോൾ കടിച്ചങ്ങ് പിടിക്കും. അപ്പോൾ വെനം മുഴുവൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് അതിനുള്ള അപകടം ഉണ്ടാക്കരുത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പണിക്കാരുടെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ അതിഥിയെ നമ്മൾ ചാക്കിലാക്കുന്നു, പോകുന്നു അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.